വർദ്ധിക്കും. ശരീരം ചൂട് പിടിക്കുമ്പോൾ പിത്തദോഷം വർദ്ധിക്കുന്നു. അപ്പൊ അതിനനുസരിച്ച് ഈ ദഹന രസങ്ങളുടെ പ്രൊഡക്ഷൻ ഉത്പാദനം കൂടുന്നു, ജഠരാഗ്നി ബലം കൂടുന്നു. അഗ്നി കൂടുക എന്നുള്ള വാക്ക് അവിടെ അനുയോജ്യമില്ല, അത്യഗ്നിയാവുന്നു. ഭസ്മകം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, ഭസ്മകം. ഓക്കെ, അതായത് അമിതമായിട്ട് അഗ്നി വർദ്ധിക്കുക. അതായത് ആ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ, അതായത് നമ്മുടെ അന്നനാളത്തിലും ആമാശയത്തിലും ഒക്കെ ഒരു കോട്ടിംഗ് ഉണ്ട്. ഈ അഗ്നി കൂടിയിട്ട്, നമ്മുടെ ഒരു ആയുർവേദ രീതിയിൽ പറയുകയാണെങ്കിൽ ജഠരാഗ്നി അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പവറിന്റെ ശക്തി കൂടിയിട്ട് ഈ ഇൻറ്റസ്റ്റൈനൽ മ്യൂക്കോസ്, ആ മ്യൂക്കസ് ലൈനിങ്ങിനൊക്കെ ദഹിപ്പിച്ച് കളയാണ്. കൃത്യമായ സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ വരുമ്പോൾ നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിനായിട്ട് ഈശ്വരൻ സൃഷ്ടിച്ചിട്ടുള്ള ഒരു പണിയാണ്. ആ ഒരു വളരെ വളരെ റിച്ച് ആയിട്ടുള്ള സംഗതികളാണത്. അപ്പൊ അതിനെ ദഹിപ്പിച്ച് നമ്മുടെ കലോറി വേണ്ടത്ര ലിബറേറ്റ് ചെയ്യുന്നു, നമ്മുടെ ശരീരം നിലനിർത്തുന്നതിന് വേണ്ട സംഗതി ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് സംഭവിക്കാം. പക്ഷെ ഇത് തുടർച്ചയാകുമ്പോൾ ആ ഒരു ലൈനിങ് ഇല്ലാതാവുമ്പോൾ നമ്മുടെ അടുത്ത ടിഷ്യൂസിനെ അത് ബേൺ ചെയ്യുന്നു, നശിപ്പിക്കുന്നു. പിന്നെ ഈ സ്റ്റേജിലാണ് ഇത് സൂക്ഷിക്കേണ്ടത്. ഇത് അൾസറായിട്ട് മാറുകയാണ്. ഓക്കെ, അസിഡിറ്റി പതിവായിട്ട് നിൽക്കുമ്പോൾ അൾസറായിട്ട് മാറുന്നു.